ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനുണ്ട്. എല്ലാവരും ഏറ്റവും ഗംഭീരമായിട്ട് പഠിക്കുന്നു. നമ്മുടെ ഫിസിക്സിന്റെ മാരത്തോണും കെമിസ്ട്രിയുടെ മാരത്തോണും കഴിഞ്ഞു. ഇന്നാണ് നമ്മുടെ ബയോളജി മാരത്തോൺ വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഫിസിക്സിനകത്തുള്ള 7 മണിക്കൂർ കൊണ്ട് നമ്മൾ എല്ലാ പാഠവും ഇൻ ഡെപ്ത് എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. കെമിസ്ട്രിയും അതുപോലെ തന്നെ 7 hours കൊണ്ട് നമ്മൾ എല്ലാ പാഠവും, നിങ്ങൾക്ക് അറിയാമായിരിക്കും, 4 പാഠം പഠിക്കാൻ വേണ്ടിയുണ്ട്. 4 പാഠവും നമ്മൾ ഏറ്റവും ഉഷാറാക്കി മാറ്റി കഴിഞ്ഞു. ഇന്ന് ബയോളജി 5 പാഠങ്ങൾ, അതുപോലെ തന്നെ ഇന്ന് പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ ബയോളജി ഫുള്ളി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ 3 days നമ്മൾ സയൻസിനകത്തുള്ള 13 പാഠം റിവൈസ് ചെയ്ത് കഴിഞ്ഞു. 13 chapters in 3 days. ഇനി ബാക്കി നിൽക്കുന്നത് ഈ കാണുന്ന ചാപ്റ്റേഴ്സിലെ MCQ മാത്രമാണ്. ഈ പറയുന്ന MCQമായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് വരും 100 MCQ സീരീസുമായിട്ട്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും 100 MCQ സീരീസ് ഉണ്ടാവുന്നതായിരിക്കും. സോ സയൻസിനകത്ത് ഓരോ വിഷയത്തിലെയും 100 MCQ വെച്ച് മൊത്തമായിട്ട് പറയുമ്പോൾ 300 MCQ ആണ് നിങ്ങൾ സയൻസിൽ നിന്ന് മാത്രം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇതേ പാറ്റേൺ തന്നെയാണ് എല്ലാ വിഷയത്തിലും ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നാളെ നമുക്ക് ഹിസ്റ്ററി ലൈവാണ് വരാൻ വേണ്ടി പോകുന്നത്. ഹിസ്റ്ററി നമ്മൾ ഒറ്റ ലൈവ് കൊണ്ട് ഗംഭീരമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു. ആൻഡ് ദെൻ ജോഗ്രഫി വരും, എക്കണോമിക്സ് വരും, പോളിറ്റി വരും. അതായത് ഈ വരുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ സയൻസിലെയും സോഷ്യലിലെയും എല്ലാ പാഠവും ഏറ്റവും ഗംഭീരമായിട്ട് റിവൈസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദെൻ മാത്സ് കയറി വരും. മാത്സിനകത്ത് നമ്മൾ എല്ലാ പാഠവും ആദ്യം മുതൽ തന്നെ ഫുൾ റിവൈസ് ചെയ്ത് ഫുൾ PYQ ചെയ്ത് സെറ്റാക്കിയിട്ടായിരിക്കും ബോർഡ് എക്സാമിന് പോകാൻ വേണ്ടി പോവുക. അപ്പോൾ ചോദ്യം ഉണ്ടാവും, എത്ര ദിവസം നമ്മൾ മാത്സ് പഠിക്കാൻ വേണ്ടി വേണം? അതുമാത്രമല്ല, ഒരു ദിവസം ഞാൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം? ഇപ്പോൾ എൻ്റെ സ്കൂളെല്ലാം തന്നെ പൂർത്തി കഴിഞ്ഞു, ഞാൻ സ്കൂളിൽ പോകുന്ന ആവശ്യമില്ല. അതുകൊണ്ട് ഒരു ദിവസം ഞാൻ എത്ര മണിക്കൂർ പഠിക്കണം, എന്തെല്ലാം സ്ലോട്ടെല്ലാം തന്നെ കീപ്പ് ചെയ്യണം എന്നായിരിക്കും ബഹുഭൂരിഭാഗം പേരും ഈ നിമിഷം ചിന്തിക്കുക. ഈ കാണുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങൾ ഒരു ദിവസം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം വളരെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി പോകുന്നു. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ദിവസം നമ്മൾ 4 സ്ലോട്ടായി ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഫസ്റ്റ് സ്ലോട്ട് എന്ന് പറഞ്ഞാൽ രാവിലെ 6 മുതൽ 10 വരെ. സെക്കൻഡ് സ്ലോട്ട് രാവിലെ 10 മുതൽ 2 വരെ. തേർഡ് സ്ലോട്ട് 2 മുതൽ 6 വരെ. ഫോർത്ത് സ്ലോട്ട് 6 മുതൽ 10 വരെ. ഇങ്ങനെ മൊത്തം 4 സ്ലോട്ട്. അയ്യോ, ഈ സമയം മൊത്തമായിട്ട് പഠിക്കണോ? ഇതാണ് ചിന്തിക്കാം. ഗൈസ്, വെയിറ്റ് ഓൺ ടൈം. അങ്ങനെയല്ല. 6 മുതൽ 10 വരെ നിങ്ങൾ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു, നിങ്ങൾ ഫ്രഷ് ആവുന്നു, അതിനുശേഷം അപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടിയിരിക്കുന്നു. ഫസ്റ്റ് പഠിക്കേണ്ടത് വേറൊന്നുമല്ല, തലേദിവസം എന്താണ് പഠിച്ചത് അത് നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കണം. ആ കാണുന്ന ഫസ്റ്റ് സ്ലോട്ട് ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വേറൊന്നുമല്ല, നമ്മൾ ഏറ്റവും അധികം ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയം അതാണ്. ആ കാണുന്ന ഫ്രഷ് കീപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഫുൾ ടൈം ഇരുന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള സമയം മാത്രമാണ് നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അതായത് ഗൈസ്, ആ കാണുന്ന 4 hour സ്ലോട്ടിനകത്ത് നിങ്ങൾ അറൗണ്ട് 3 hours പഠിക്കണം. 1 hour നിങ്ങൾ ഫ്രഷിംഗ് അപ്പും ആൻഡ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാറ്റിവെക്കാം. അങ്ങനെ മൊത്തമായിട്ട് 3 മണിക്കൂർ നിങ്ങൾ ഫസ്റ്റ് സ്ലോട്ടിൽ മാറ്റിവെക്കണം. സെക്കൻഡ് സ്ലോട്ട് കുറച്ച് കംഫർട്ടാണ്. 10 to 2 വരുന്നു. 10 to 2 നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ½ hour ആദ്യമേ തന്നെ ബ്രേക്ക് എടുക്കുന്നു. ആൻഡ് ദെൻ വീണ്ടും ഒരു 1.5 hours സെഷൻ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ ലഞ്ച് ബ്രേക്കിന് വീണ്ടും പിരിയുന്നു. ലഞ്ച് ബ്രേക്ക് നിങ്ങളൊരു 1 hour നിർബന്ധമായിട്ടും ബ്രേക്ക് എടുക്കുക. കാരണം മുഴുവൻ സമയം പഠിക്കുക എന്നൊരിക്കലും ലക്ഷ്യമില്ല. നിങ്ങൾ റെസ്റ്റും വേണം, കൂടെ തന്നെ പഠിക്കുകയും വേണം. അങ്ങനെ 1 hour റെസ്റ്റ് എടുത്തുകൊണ്ട് ആ ഒരു സ്ലോട്ട് നമ്മൾ 2.5 മണിക്കൂർ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കാം. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ½ hour റെസ്റ്റ് ഉണ്ടാകും. പിന്നെ ലഞ്ച് ബ്രേക്കിൻ്റെ 1 hour റെസ്റ്റ് കഴിഞ്ഞു. ടോട്ടലി നമ്മൾ പഠിക്കുന്നത് 2.5 hours മാത്രം. അപ്പോൾ രാവിലെ 3 മണിക്കൂർ, പിന്നെ വരുന്നത് 2.5 മണിക്കൂർ, മൊത്തം ഇപ്പോൾ തന്നെ 5.5 മണിക്കൂർ. ആലോചിക്കുക, സമയം നമുക്ക് ഉച്ചയ്ക്ക് 2 മണിയായിട്ടുള്ളൂ. എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് റെസ്റ്റ് കഴിഞ്ഞ് തിരിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി വരുന്നു. ഏറ്റവും ഡിഫിക്കൽട്ടി പീരീഡ് വേറൊന്നുമല്ല, ഉറക്കം വന്നുകൊണ്ടിരിക്കും. ഉറക്കം വരുന്നവർ കുറച്ചേരം ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ പ്രോബ്ലം പേപ്പർ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഫിസിക്സ് എടുക്കാം. ഫിസിക്സിനകത്തുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കാം. കെമിസ്ട്രിക്കകത്തുള്ള ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കുക. അത്തരത്തിലുള്ള ഓർഗാനിക് കെമിസ്ട്രി പോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന നമ്മൾക്ക് എഴുതി പഠിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കാം. അതാണ് നിങ്ങൾ തേർഡ് സ്ലോട്ട് ഉപയോഗിക്കേണ്ടത്. വിച്ച് മീൻസ് നിങ്ങളൊരു 2 മണിക്ക് ആരംഭിക്കുകയാണെങ്കിൽ ആ കാണുന്ന സമയം ഒരു ഇനീഷ്യൽ ഘട്ടം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. 2 to 4 എന്ന രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? എഴുതി പഠിക്കേണ്ട വിഷയങ്ങൾ എല്ലാം തന്നെ പഠിക്കാം. 4 o'clock നിങ്ങൾ വീണ്ടും ബ്രേക്ക് എടുക്കാം. ഒന്നും ആലോചിക്കണം, ബ്രേക്ക് മസ്റ്റ് ബ്രേക്കാണ്. ഒരു ടീ ബ്രേക്ക് പോലെ എടുക്കും. ആ കാണുന്ന ബ്രേക്കിന് ശേഷം നിങ്ങൾ വീണ്ടും ഊർജ്ജസ്വലമായിട്ട് വന്നിരിക്കുന്നു, വീണ്ടും തീർ പഠിക്കുവാൻ വേണ്ടി. ആ കാണുന്ന ഓരോ തീർ പഠിച്ചതിന് ശേഷം 6 മണിയാകുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ബ്രേക്കിലേക്ക് പോകുന്നു. 6 to 7 നിങ്ങൾ വീണ്ടും ബ്രേക്ക് എടുത്തുകൊണ്ട് ഏറ്റവും ഉഷാറായി തിരിച്ചു വന്ന് 7 മണിക്കുള്ള സൈലത്തിൻ്റെ ലൈവ് ക്ലാസ്സിൽ വീണ്ടും വന്നിരിക്കുക. 7 മണിക്ക് സൈലത്തിൻ്റെ ലൈവ് ക്ലാസ് ആരംഭിക്കുന്നു. ആ കാണുന്ന ലൈവ് ക്ലാസ് നമ്മൾ ഏറ്റവും ഗംഭീരമായി കണ്ടു തീർക്കുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ ഒരു ദിവസം പ്ലാൻ ചെയ്യേണ്ടത്. ഈ ലൈവ് ക്ലാസ്സിനകത്തുള്ള കോണ്ടന്റ് നിങ്ങൾ നെക്സ്റ്റ് ഡേ രാവിലെ മോർണിംഗ് വീണ്ടും റിവൈസ് ചെയ്യും. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ആകത്തൊക്കെയായിട്ട് പറയുമ്പോൾ ഒരു ദിവസം നമ്മൾ രാവിലെ 3 മണിക്കൂർ, പിന്നെ വരുന്ന സെഷൻ നമുക്ക് 2.5 hours, പിന്നെ വരുന്ന നമ്മൾ അറൗണ്ട് ഒരു 2.5 പഠിക്കും, പിന്നെ വീണ്ടും നമ്മൾ 3 hour പഠിക്കും. അപ്പോൾ 3 ലാസ്റ്റ് 3 2.5 ടോട്ടൽ പറയുമ്പോൾ ക്ലാസ് 11 hours ആണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ദിവസം 11 hours, ഇറ്റ്സ് മോർ ദാൻ ഇനഫ്. ഒരു കാര്യം പറയുന്നു, കേൾക്കുമ്പോൾ എനിക്കറിയാം വളരെ സുഖമായിരിക്കും. ചിലപ്പോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുമോ ഇല്ലയോ എന്ന് തോന്നുമായിരിക്കാം. പക്ഷേ
നിങ്ങൾ ഒരു ദിവസം ചെയ്തു നോക്കാം, നിങ്ങൾക്കൊണ്ട് സാധിക്കും. നമ്മളുടെ ഈ നിമിഷം പഠിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പഠിക്കുക എന്നാലോചിച്ച് നോക്കാം. ഇനി ചുരുങ്ങിയ ദിവസം മാത്രമാണ് ബോർഡ് എക്സാമിന് ബാക്കിയുള്ളൂ. ജസ്റ്റ് 20 ഡേയ്സ്. ഈ കാണുന്ന 20 ഡേയ്സ് നമ്മൾ ഉഷാറാക്കി മാറ്റിയില്ലെങ്കിൽ, ഈ 20 ഡേയ്സ് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് ബോർഡ് എക്സാമിലെ ലോ സ്കോർ ആയിരിക്കും. ഈ കാണുന്ന ലോ സ്കോറാണ് നിങ്ങൾ ജീവിതത്തിൽ എക്കാലവും പറയാൻ വേണ്ടി പോവുക. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ നിമിഷം ബാക്കോട്ട് പോകരുത്, ഈ നിമിഷം സമയം വെറുതെ കളയരുത്. ഈ നിമിഷം പഠിക്കാൻ വേണ്ടി തീരുമാനിക്കാം. ഏറ്റവും ഉഷാറായി പഠിച്ചുകൊണ്ട് ഏറ്റവും ഗംഭീരമായി നമ്മൾ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം മാറ്റുന്നതായിരിക്കും. ഒരു ചോദ്യം ഉണ്ടാകും, അയ്യോ സാറ് സയൻസ് സോഷ്യലും പറഞ്ഞു, മാത്സ് പറഞ്ഞില്ലെന്ന്. ഓക്കെ, നമ്മൾ മാത്സ് ഏകദേശം ഒരു 7ാം തീയതി മുതൽ പഠിക്കാൻ വേണ്ടി ആരംഭിക്കണം. ടോട്ടൽ നമുക്ക് മാത്സിനത് പഠിക്കാനുള്ളത് 7 ചാപ്റ്റേഴ്സ്. ഒരു ദിവസം 2 പാഠം എന്ന രീതിയിൽ നമ്മൾ 7 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യണം. എനിക്കറിയാം ചിലപ്പോൾ നിങ്ങൾക്ക് 7 ദിവസം വേണ്ടി വരില്ല, കാരണം ഒരുപാട് ഈസി ചാപ്റ്റേഴ്സ് അതിനകത്തുണ്ട്. ആ കാണുന്ന ഈസി ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്തുകൊണ്ട് വളരെ സുഖമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കൊരു 5 ദിവസം കൊണ്ട് തന്നെ എല്ലാ പാഠവും റിവൈസ് ചെയ്ത് തീർക്കാൻ വേണ്ടി സാധിക്കും. എന്നാലും ഞാൻ പറയുന്നു 7 ഡേയ്സ് നിങ്ങൾ മാക്സിമം വയ്ക്കാം. ഈ റിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കോൺസെപ്റ്റ് മറച്ചു നോക്കിക്കൊണ്ട് പഠിച്ചു എന്ന് ഉറപ്പുവരുത്തലല്ല. നിങ്ങൾ ആ കാണുന്ന കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ PYQs ചെയ്ത് പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് ആവശ്യമുള്ള MCQ സീരീസുമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വരും. 100 MCQൻ്റെ 2 സെഷനായിട്ടുണ്ടാകും. അതായത് മൊത്തമായിട്ട് പറയുമ്പോൾ 200 MCQs ഫോർ 14 ചാപ്റ്റേഴ്സ്. അതാണ് മാത്സിൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഓഫർ. ആ കാണുന്ന MCQs നിങ്ങൾ എല്ലാവരും പഠിച്ചു തീർക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി CBSE ക്ലാസ് 10 ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്ന എല്ലാ MCQയും നിങ്ങൾ കവർ ചെയ്തിരിക്കും. സോ ഗൈസ്, MCQ സീരീസുമായിട്ട് ഞങ്ങൾ വരും. ആൻഡ് ദെൻ ഈ പറയുന്ന എല്ലാ പാഠത്തിൻ്റെയും റിവിഷൻ ക്ലാസ്സുമായിട്ടും ഞങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ കോണ്ടന്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ എക്സ്ട്രാ കോണ്ടന്റും എന്താണോ ആവശ്യം അതെല്ലാം തന്നെ ഈ കാണുന്ന വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒന്നുകൂടെ പറഞ്ഞ് ഈ കാണുന്ന വീഡിയോ അതിൻ്റെ പേര് നടന്നുമില്ല. ഓരോ ദിവസം നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം കോൺസെപ്റ്റ് റിവിഷൻ വീഡിയോ അപ്പ് ചെയ്യുന്നുണ്ട്. ഒരു വീഡിയോ അറൗണ്ട് 20 to 30 മിനിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റർ ടൈമിലെല്ലാം തന്നെ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ കണ്ടുകൊണ്ട് മാത്സിലത്തെ എല്ലാ കോൺസെപ്റ്റുകളും ഏറ്റവും ഗംഭീരമാക്കി മാറ്റാൻ വേണ്ടി തീരുമാനിക്കാം. ഓരോ കോൺസെപ്റ്റും പഠിക്കുന്നു ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ 7ാം തീയതി മുതൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. സോ ഗൈസ്, ബൈ. നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. നമുക്ക് മറ്റ് പ്ലാൻസുമായിട്ട് എല്ലാവരും ഈ കാണുന്ന പ്ലാൻ ഫോക്കസ് ചെയ്തുകൊണ്ട്, ഈ കാണുന്ന പ്ലാൻ ട്രസ്റ്റ് ചെയ്തുകൊണ്ട്, സൈലത്തിൻ്റെ ലൈവ് ക്ലാസ്സിനകത്തുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചുകൊണ്ട്, ഓരോ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനെ നേരിടാൻ വേണ്ടി പോവാം. 2025 CBSE ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയായിരിക്കും സൈലത്തിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ദെൻ അതേ പാറ്റേൺ തന്നെയായിരിക്കും നമുക്ക് 2026 പ്രതീക്ഷിക്കേണ്ടത്. സോ ഗൈസ്, ബൈ. Thank you. Signing off. After us, take care from Zailan. Bye-bye.